കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെയും ഭരണപക്ഷത്തിന്റെയും കൊമ്പുകോർക്കൽ തുടരുകയാണ്. ഇതിനിടെയാണ് ജയിലിൽ കഴിഞ്ഞിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ വരവോടെ പ്രതിപക്ഷം ഒന്നുകൂടി ഉണർന്നു. പിന്നീട് BJPക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും വാക്കുകൾ കൊണ്ട് അമ്പെയ്തത് കേജ്രിവാളായിരുന്നു. ഇപ്പോഴിതാ കേന്ദ്ര നേതാക്കളുടെ തർക്കങ്ങൾക്കും വാക്പോരുകൾക്കുമിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അടുത്ത ലക്ഷ്യം പിണറായി വിജയൻ സർക്കാരും മമതാ ബാനർജി സർക്കാരുമാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേജ്രിവാളിന്റെ പരാമർശം. അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെ: രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു. അവർ ആദ്യം ഹേമന്ത് സോറനെയും പിന്നീട് തന്നെയും അറസ്റ്റ് ചെയ്തു. കേജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയാൽ ആരെ വേണമെങ്കിലും കള്ളക്കേസിൽ കുടുക്കാമെന്ന സന്ദേശമാണ് BJP സർക്കാർ നൽകുന്നതെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. താനിന്ന് രാജിവെച്ചാൽ പിണറായി വിജയന്റെയും മമതാ ബാനർജിയുടെയും സർക്കാരുകളെ BJP താഴെയിറക്കും. BJP എവിടെ തോൽക്കുന്ന സാഹചര്യമുണ്ടായാലും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ സർക്കാരിനെ അസ്ഥിരമാക്കും. ഇതിനെതിരെ ശക്തമായി പോരാടേണ്ടതുണ്ട്. അവർ ജനാധിപത്യത്തെ തുറങ്കിലടയ്ക്കുകയാണെങ്കിൽ ജനാധിപത്യം ജയിലിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. 3ാം വട്ടവും മോദി അധികാരത്തിലേറിയാൽ അവർ ഭരണഘടന തിരുത്തും. രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങും. ഒന്നുകിൽ തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കും, മറിച്ചാണെങ്കിൽ റഷ്യൻ മാതൃകയിലായിരിക്കും തിരഞ്ഞെടുപ്പെന്നും പ്രതിപക്ഷാംഗങ്ങളെ ജയിലിലടയ്ക്കുന്ന പുടിൻ സർക്കാരിനെ ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ പറഞ്ഞു. മുഴുവൻ പ്രതിപക്ഷത്തെയും BJP ജയിലിലടക്കുകയും അവർക്ക് വോട്ട് കിട്ടുന്നത് തുടരുകയും ചെയ്യും. അവർ തന്നെയും സിസോദിയെയും ജയിലിലടച്ചു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതായിരിക്കും അടുത്ത നീക്കം. NCPയെ രണ്ടായി പിളർത്തി, ശിവസേനയെ പിളർത്തി അവരുടെ ചിഹ്നം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തെ പ്രതിപക്ഷം ഏത് രീതിയിലാണ് പോരാടുന്നതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിയോട് വിരമിക്കരുതെന്ന് അമിത്ഷായും മറ്റ് പല നേതാക്കളും അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം മോദി സ്ഥിരീകരിച്ചിട്ടില്ല. മോദി അടുത്ത വർഷം വിരമിക്കുമെന്നാണ് കരുതുന്നത്. അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് അദ്ദേഹത്തിന് താൽപര്യം. എന്നാൽ BJPയിൽ ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്നും കേജ്രിവാൾ പറഞ്ഞു. ജയിലിലെ സെല്ലിൽ 4 പാടും സ്ഥാപിച്ച CCTV ക്യാമറകൾ വഴി ജയിൽ അധികൃതരും പ്രധാനമന്ത്രിയുടെ ഓഫീസും തന്നെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും കേജ്രിവാൾ ആരോപിച്ചു. ജൂൺ 1 ജാമ്യം അവസാനിക്കാനിരിക്കെയാണ് കേജ്രിവാളിന്റെ പ്രതികരണം.